പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം വളരെ നാളായി കോൺഗ്രസ് നേതൃത്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് ഏറെ നാളായി കോൺഗ്രസ് നേതൃത്വവും അണികളും നിരന്തരം പ്രിയങ്കയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. എന്നാൽ ഗ്രൗണ്ടിന് പുറത്തുനിന്ന് കളികൾ നിയന്ത്രിക്കുന്നതിലാണ് പ്രിയങ്ക ഇതുവരെയും ഉത്സാഹം കാട്ടിയിരുന്നത്. വയനാട്ടിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതോടെ പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിലെ കോൺഗ്രസിന്റെ തെറ്റില്ലാത്ത പ്രകടനവും പ്രിയങ്കയുടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനവും അണികളിൽ ഏറെ ആവേശം പകർന്നിരിക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടിടത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ചപ്പോഴും രാഹുൽ ഗാന്ധി വയനാടുകാർക്ക് നൽകിയിരുന്ന ഉറപ്പ് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു തീരുമാനം എത്തും എന്നായിരുന്നു. ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലം നിലനിർത്തുക എന്നത് കോൺഗ്രസിനെയും രാഹുലിനെയും സംബന്ധിച്ച് നിർണായകമായൊരു കാര്യമാണ്. കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി പാർലമെന്റിൽ പ്രതിപക്ഷ മുഖമാകേണ്ട രാഹുൽ ഹൃദയഭൂമിയായ സുപ്രധാന മണ്ഡലത്തെ ഒഴിഞ്ഞാലുള്ള ഭവിഷ്യത്ത് ചെറുതായിരിക്കില്ല. ഈ ഘട്ടത്തിലാണ് വയനാട് ഒഴിയുക എന്ന തീരുമാനത്തിലേക്ക് രാഹുൽ എത്തിയത്. 2019 തിരഞ്ഞെടുപ്പിൽ അമേഠിയയിൽ പരാജയപ്പെടുമ്പോൾ രാഹുലിനെ പാർലമെന്റിൽ എത്തിച്ചത് വയനാട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ ആ വയനാടിനെ ഉപേക്ഷിക്കുക എന്ന തീരുമാനം വ്യക്തിപരമായ രാഹുലിനും രാഷ്ട്രീയമായ കേരളത്തിലെ കോൺഗ്രസിനും തിരിച്ചടിയുണ്ടാക്കുമെന്ന ബോധ്യവും കോൺഗ്രസ് നേതൃത്വം ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് രണ്ടാം ഇന്ദിരാഗാന്ധി എന്ന് വിളിക്കുന്ന പ്രിയങ്കയെ കളത്തിലിറക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നത്. പ്രിയങ്കയെ സംബന്ധിച്ച് വയനാട് മണ്ഡലത്തിൽ ജയിച്ചു കയറുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 4 ലക്ഷത്തിലധികം വോട്ട് നൽകിയാണ് രാഹുൽ ഗാന്ധിയെ വയനാടുകാർ വിജയിപ്പിച്ചത്. ഈ ഇലക്ഷനും അവർ രാഹുൽ ഗാന്ധിയെ കൈവിട്ടു കളഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ നിർണായക ഘട്ടത്തിൽ പ്രിയങ്കയെ ലോക്സഭയിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന് മുന്നിൽ ഏറ്റവും സുരക്ഷിതമായ സീറ്റ് വയനാട് തന്നെയാണ്. 2019 മുതൽ രാഹുലിന്റെ പ്രചരണത്തിനൊപ്പം പ്രിയങ്കയും വയനാട്ടിലെത്താറുണ്ട്. അതുകൊണ്ട് തന്നെ വയനാടുകാരെ സംബന്ധിച്ച് പ്രിയങ്കയുടേത് സുപരിചിതമായ മുഖമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ശക്തമായ ഒരു തിരിച്ചുവരവാണ് കോൺഗ്രസ് ലക്ഷ്യമാക്കുന്നത്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധി കൂട്ടുകെട്ടിൽ കഴിഞ്ഞ തവണ കൈവിട്ട അമേഠിയെയും BJP തിരഞ്ഞെടുപ്പ് പ്രചരണായുധമാക്കിയ അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫാസിയാബാദിലും ഇന്ത്യൻ സഖ്യം വിജയിച്ചത് ചെറിയ നേട്ടമായല്ല കോൺഗ്രസ് വിലയിരുത്തുന്നത്. പോരാട്ടം ഇനിയും തുടരും എന്ന സന്ദേശമാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ രാഹുൽ ഗാന്ധിയെ നിലനിർത്തുന്നതിലൂടെ കോൺഗ്രസ് നൽകുന്നതും. അതോടൊപ്പം BJPക്കെതിരായ കരുനീക്കത്തിൽ സംഘടനാ രംഗത്ത് ശക്തമായ സാന്നിധ്യമായ പ്രിയങ്കയെ പോലൊരാൾ പാർലമെന്റിലെത്തുന്നത് പ്രതിപക്ഷത്തിന്റെ പാർലമെന്റിലെ നീക്കത്തിന് ശക്തി പകരുന്നതാണ്. പ്രതിപക്ഷ നിരയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധി കൂടി എത്തുന്നത് പാർട്ടിയുടെ താഴെത്തട്ടിലുള്ളവരിൽ വരെ പ്രവർത്തനാവേശം നിറയ്ക്കുവാൻ സഹായിക്കും. പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കേരളത്തിലെ കോൺഗ്രസിന്റെ അഭിമാനം കൂടിയാണ് നേതൃത്വം രക്ഷിച്ചത്. രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുകയും പ്രിയങ്ക മത്സരിക്കാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ രാഹുലിനും കോൺഗ്രസിനുമെതിരെ ജനവികാരം കേരളത്തിൽ ഉയരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതോടൊപ്പം വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കുമെന്ന തർക്കവും ഉടലെടുത്തനെ. പ്രിയങ്കയല്ലാതെ മറ്റൊരാൾ വന്നാൽ തന്നെ അവരെ വിജയിപ്പിക്കാൻ കോൺഗ്രസ് ഏറെ പരിശ്രമിക്കേണ്ടിയും വരുമായിരുന്നു. എന്നാൽ പ്രിയങ്ക വരുന്നതോടെ ഉപതെരഞ്ഞെടുപ്പിലെ അനിശ്ചിതത്വം ഒഴിവായെന്ന് മാത്രമല്ല, വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും കേരളത്തിലെ കോൺഗ്രസിന് വലിയ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലും നേതൃത്വത്തിനുണ്ട്. പ്രിയങ്കയുടെ കേരളത്തിലെ വരവോടുകൂടി ഗാന്ധി കുടുംബത്തിലെ യുവമുഖങ്ങളുടെ സാന്നിധ്യം ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഉറപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ വയനാടിനെ ഉപേക്ഷിച്ചു എന്നു പറയുന്നതിനേക്കാൾ ദക്ഷിണേന്ത്യയിൽ വേരുറപ്പിക്കാനുള്ള BJPയുടെ ആഗ്രഹത്തിന്റെ ചിറകരിയുന്നതാണ് പ്രിയങ്കയുടെ വരവെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. ഉത്തരയിലും കർണാടകത്തിലും കേരളത്തിലുമടക്കം BJPയുടെ മിഷൻ ദക്ഷിണേന്ത്യ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഇത്രയും നാൾ BJPയെ പടിക്ക് പുറത്തു നിർത്തിയ കേരളത്തിലടക്കം ഒരു സീറ്റ് നേടിയത് ആഘോഷിക്കുകയാണ് BJP ദേശീയ നേതൃത്വം. അതുപോലെ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ശതമാനം ഗണ്യമായി വർദ്ധിപ്പിച്ചതിനെ ചെറുതായി കാണാനും പറ്റില്ല. ഈ സാഹചര്യത്തിൽ സ്റ്റാലിനൊപ്പം DK ശിവകുമാറിനും സിദ്ധരാമയ്ക്കുമൊപ്പം കേരള കോൺഗ്രസിനുമൊപ്പം പ്രിയങ്ക എന്ന ക്രൗഡ് പുള്ളർ അണിനിരക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് ചില്ലറ ആത്മവിശ്വാസമല്ല ഉണ്ടാക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയില്ലെങ്കിലും പ്രചരണ പരിപാടികളിലൂടെ നല്ല വാഗ്മിയും ജനകീയ മുഖമുള്ള നേതാവുമാണെന്ന് പ്രിയങ്ക തെളിയിച്ചു കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹിന്ദി ഹൃദയഭൂമിയിലടക്കം മുന്നേറ്റമുണ്ടാക്കാൻ പ്രിയങ്കയുടെ ഈ തന്ത്രങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ BJPയെ കടന്നാക്രമിക്കുന്നതിലും ഒരു ഘട്ടത്തിലും പ്രിയങ്ക വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. ഇതുവരെയും സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും വേണ്ടി പ്രചാരണത്തിൽ സജീവമായ പ്രിയങ്ക ഒരു മത്സരത്തിനൊരുങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ശക്തമായ തിരിച്ചുവരവിന് ഊർജം പകരുന്ന ഒന്നാവുകയും ചെയ്യും.